ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു SCRT ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ 3 ചാപ്റ്റേഴ്സാണ് നോക്കുന്നത്. ജീവനുള്ള വിത്തുകൾ, ഊർജ്ജ സ്രോതസ്സുകൾ, കയ്യെത്താൻ ദൂരത്ത് എന്നീ 3 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഈ വിത്ത് മുളയ്ക്കൽ എന്നുള്ള ഭാഗം ആദ്യം നോക്കാം. വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്, എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. ജലത്തിന് പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാനെടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ്. ആ ചിത്രത്തിൽ ബീജമൂലം, ബീജപത്രം, ബീജശീർഷം എന്നിങ്ങനെ ഓരോ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അത് നോക്കി വെക്കുക, ആവശ്യമായി വരും. അടുത്തത് ഹൈഡ്രോപോണിക്സ്. മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന കൃഷി രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, മണ്ണും സൂര്യപ്രകാശവും ഇല്ലാതെയും എന്ത് ചെയ്യുമെന്ന് സസ്യങ്ങൾ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന്, അല്ലേ? അതിന് അത്യാവശ്യ ഘടകം എന്നാണ്? വെള്ളമാണ്. അപ്പോൾ ഈ കൃഷി രീതിയിൽ മണ്ണിനു പകരം പോഷക ലായനിയിൽ സസ്യങ്ങൾ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഏതിലാണ്? ഹൈഡ്രോപോണിക്സിൽ മണ്ണില്ലാതെ പോഷക ലായനിയിലാണ് എന്ത് ചെയ്യുന്നത്? സസ്യങ്ങൾ വളർത്തിയെടുക്കുന്നത്. വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ബീജപത്രത്തിൽ നിന്നാണ്. അപ്പോൾ പയർ വിത്തിൽ എത്ര ബീജങ്ങളാണുള്ളത്? 2 ബീജപത്രങ്ങളാണുള്ളത്. പയർ വിത്തിൽ എത്ര ബീജപത്രങ്ങളാണുള്ളത്? 2 ബീജപത്രങ്ങളാണുള്ളത്. എന്നാൽ ചോളത്തിൽ എത്ര എണ്ണമാണുള്ളത്? 1 ബീജപത്രം മാത്രമാണ് ചോളത്തിലുള്ളത്. അപ്പൊ നമ്മൾ ആദ്യത്തെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇലകളിലാണ് ആഹാരം പാകം ചെയ്യുന്നത് എന്ന്, അല്ലേ? അപ്പൊ ഈ ചെടി ഉണ്ടായി, ആദ്യം നമ്മൾ വേരെല്ലാം ഉണ്ടായിട്ട് ഇല വരുന്നത് വരെ അതിനുള്ള ആഹാരം എവിടെ നിന്നാണ് ഉണ്ടാവുക? ബീജപത്രത്തിൽ നിന്നാണ് ഉണ്ടാവുക. അപ്പൊ പയർ വിത്തിലെ എത്ര ബീജപത്രമാണുള്ളത്? 2 ബീജപത്രമാണ് ഉള്ളത്. എന്നാൽ ചോളത്തിൽ 1 ബീജപത്രം മാത്രമാണ് ഉള്ളത്. ഈ ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാന്നം എന്ന് പറയുന്നത്. ബീജപത്രത്തോട് ചേർന്ന് കാണപ്പെടുന്ന ഭാഗത്തെയാണ് എന്തെന്ന് പറയുന്നത്? ബീജാന്നം എന്ന് പറയുന്നത്. 1 ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടികൾക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജാന്നത്തിൽ നിന്നാണ്. അപ്പോൾ പയറിൽ 2 എണ്ണം ഉള്ളത് കൊണ്ട് അതിൽ നിന്നാണ് ഇല വരുന്നത് വരെ ആഹാരം കിട്ടുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചോളം പോലെയുള്ള 1 ബീജപത്രം മാത്രമുള്ളവർക്ക് എങ്ങനെയായിരിക്കുക? അതിന്റെ ചുറ്റോടുള്ള ആ ബീജാന്നത്തിൽ നിന്നും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടികൾക്കുള്ള ആഹാരം ലഭിക്കുന്നത്. വിത്ത് മുളയ്ക്കൽ. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു. ബീജമൂലം ചെടിയുടെ വേരായി മാറുന്നു. ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു. പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജാന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വിത്ത് എന്ത് ചെയ്യും? കുതിർന്നിട്ട് അതിന്റെ പുറന്തോട് പൊട്ടിയിട്ട് ആദ്യം ബീജമൂലം പുറത്തു വരാൻ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ എന്താണ് വരിക? ബീജശീർഷവും പുറത്തു വരും. ബീജമൂലം ചെടിയുടെ വേരായി മാറുന്നു. ബീജമൂലം എന്തായി മാറുകയാണ് ചെയ്യുന്നത്? ചെടിയുടെ വേരായി മാറുന്നു. അതുപോലെ ബീജശീർഷം എന്തായി മാറും? ബീജശീർഷം വന്നിട്ട് അതിന്റെ തണ്ടും ഇലകളുമായി മാറുന്നു. പൂർണ്ണ തോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജാന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് എന്ത് ചെയ്യുന്നത്? സസ്യങ്ങൾ ഉപയോഗിക്കുന്നത്. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് എന്ന് പറയുന്നത്? വിത്ത് വിതരണം എന്ന് പറയുന്നത്. അത് ഈ ചെടികളിൽ നമ്മൾ മനുഷ്യന്മാർ തന്നെ വിത്ത് വിതരണം നടത്താറുണ്ട്. അല്ലെങ്കിൽ അതിനുവേണ്ടി ചെടികളായാലും മൃഗങ്ങളായാലും കാറ്റിലൂടെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? വിത്ത് വിതരണം നടക്കുന്നുണ്ട്. ഒരു സസ്യത്തിന്റെ വിത്തുകളെല്ലാം അതിന്റെ ചുവട്ടിൽ തന്നെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരാൻ ആവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതുലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. അതിനാൽ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിത്ത് വിതരണം നടത്തുന്നത്? ഒരേ ചെടിയുടെ കീഴിൽ തന്നെ ഒരുപാട് വിത്തുകൾ വീണ് മുളച്ച് എന്ന് പറഞ്ഞാൽ അതിന് എന്ത് ചെയ്യില്ല? എല്ലാം മുളയ്ക്കണം എന്നില്ല. അതുപോലെ അതിനാവശ്യമായ മണ്ണും വെള്ളവും സൂര്യപ്രകാശവും ധാതുക്കളൊന്നും ലഭിക്കണമെന്നില്ല. അതാണ് പ്രധാനമായിട്ടും വിത്ത് വിതരണം എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതൊക്കെ ഈ വിത്ത് വിതരണം വഴിയാണ്. ഈ നമ്മള് അപ്പൂപ്പൻ താടിയുടെ വിത്ത് വിതരണം എങ്ങനെയാണ്? അത് കാറ്റിലൂടെയല്ലേ. അതുപോലെ തെങ്ങിലത്തെ തേങ്ങകളൊക്കെ നമ്മൾ
ഈ പുഴയിലൂടെ ഒഴുകി പോകുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ചില ചെടികളൊക്കെ ഉണ്ടാവല്ലോ, അതിന് വിത്തെല്ലാം ഇങ്ങനെ പൊട്ടിത്തെറിക്കാറുണ്ട്. പൊട്ടിത്തെറിച്ചിട്ട് വിത്ത് വിതരണം നടക്കാറുണ്ട് അല്ലേ? അപ്പൊ അതെല്ലാം ഈ വിത്ത് വിതരണത്തിന് ഒരു ഉദാഹരണമാണ്. ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ആ ഇലയിലുള്ള ആ വരകളില്ലേ, അതുവഴിയാണ് ഇലയിലേക്ക് ആഹാരം ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഈ ഭാഗങ്ങൾ വഴിയാണ്. ഇവയാണ് ഇലകളിലെ സിരകൾ എന്ന് പറയുന്നത്. രണ്ട് ഇലകളിലെയും സിരകൾ വിന്യസിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ തരത്തിലാണ് അല്ലെ? ആദ്യത്തെ ചിത്രത്തിൽ ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിര നോക്കൂ. അതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കിടക്കുന്നു. ഇതാണ് ജാലിക സിര വിന്യാസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചിത്രത്തിലെ ഇലയുടെ സിരകൾ എല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ നെറ്റിയിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്ത് എത്തിയോജിക്കുന്നു. ഇതാണ് സമാന്തര സിരാവിന്യാസം. അപ്പോൾ എന്തൊക്കെയാണ് റെറ്റിക്കുലേറ്റ് വെനേഷൻ ആൻഡ് പാരലൽ വെനേഷൻ എന്ന് പറയുന്നത്? റെറ്റിക്കുലേറ്റ് വെനേഷൻ എന്ന് പറയുന്നത് ആ ഫസ്റ്റത്തെ, അതായത് ജാലിക സിര വിന്യാസം എന്ന് പറയുന്ന ആ ഫസ്റ്റത്തെ ഇലയിലുള്ള പോലെ നടുവിലൂടെ എന്തുണ്ടാവും? പ്രധാന സിരയുണ്ടാവും. അതിൽ നിന്ന് ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കിടക്കുന്നതാണ് ജാലിക സിര വിന്യാസം, റെറ്റിക്കുലേറ്റ് വെനേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് പാരലൽ വെനേഷൻ എന്ന് പറയുന്നത്? രണ്ടാമത്തെ ഇലയിലുള്ള പോലത്തെയാണ്. ഇലകളിലെ സിരകൾ എല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ നെറ്റിൽ നിന്ന് തുടങ്ങി സമാന്തരമായ അഗ്രഭാഗത്ത് എത്തിച്ചേരുന്നതിനെയാണ് സമാന്തര സിരാവിന്യാസം എന്ന് പറയുന്നത്. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ് വേരുപടലം എന്ന് പറയുന്നത്. ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലത്തെയാണ് തായ് വേരുപടലം എന്ന് പറയുന്നത്. മാവ്, പ്ലാവ് തുടങ്ങിയവയിൽ തായ് വേരുപടലം കാണാം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരു വേരുകൾ എന്ന് പറയുന്നത്. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിൽ നാരുവേര് പടലമാണ് ഉള്ളത്. അതായത് നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തായ്വേര്, നാരുവേര് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു പ്രധാന വേരിൽ നിന്ന് ചെറിയ ചെറിയ വേര് പോകുന്നതിനെയാണ് എന്തെന്ന് പറയാം? തായ്വേര് എന്ന് പറയാം. ഇപ്പോൾ പുല്ലൊക്കെ പറിച്ചു പറഞ്ഞാൽ അതിൽ മണ്ണോട് ചേർന്നിട്ട് നമുക്ക് ഇങ്ങനെ പൊന്തിയിട്ട് വരില്ലേ? അതൊക്കെ ചെറിയ ചെറിയ റൂട്ടായിരിക്കാം. അപ്പം അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നാരുവേര് പടലം എന്ന് പറയുന്നത്. സാധാരണയായി ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകാറുണ്ട്. താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, പറ്റുവേര് എന്നൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത്. അപ്പോൾ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും വരുന്ന വേരുകൾ ഏതൊക്കെയാണ്? താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, പറ്റുവേര് എന്നിങ്ങനെയാണ് ഈ തണ്ടിൽ നിന്നും അതുപോലെ ശിഖരങ്ങളിൽ നിന്നും വരുന്ന വേരുകൾ അറിയപ്പെടുന്നത്. കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേക തരം വേരുകളാണ് ശ്വസന വേരുകൾ എന്ന് പറയുന്നത്. ഈ വേരിന്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. വാതക വിനിമയത്തിന് സഹായിക്കുന്നത് കൊണ്ട് ഇവ ശ്വസന വേര് എന്നറിയപ്പെടുന്നു. അപ്പൊ ശ്വസന വേര് കാണപ്പെടുന്ന ഏതിലാണ്? കണ്ടൽ ചെടികളിലാണ് ശ്വസന വേര് കാണപ്പെടുന്നത്. നാരുവേര് പടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര സിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ ഏകബീജപത്ര സസ്യത്തിന്റെ സവിശേഷതയാണ്. അതായത് എന്താണ് ഏകബീജപത്രം എന്ന് ചോദിച്ചാൽ, ഒരു ബീജപത്രം മാത്രമേ ഉള്ളൂ എങ്കിൽ അത്തരം സസ്യങ്ങളെയാണ് എന്ന് പറയാ? ഏക ബീജപത്രം എന്ന് പറയുന്നത്. ഇപ്പൊ തേങ്ങയൊക്കെയാണ് അതിനൊരു ഉദാഹരണമാണ്. ഏകബീജപത്രവും ഉണ്ട്, ദ്വിബീജപത്ര സസ്യങ്ങളും ഉണ്ട്. അപ്പോൾ തേങ്ങ എന്തിനൊരു ഉദാഹരണമാണ്? ഏകബീജപത്രത്തിന് ഒരു ഉദാഹരണമാണ്. ഏകബീജപത്ര സസ്യങ്ങളിൽ എത്ര ഉണ്ടാവുള്ളൂ? ഒരു ബീജപത്രം മാത്രമേ ഉണ്ടാവുള്ളൂ. അത്തരം സസ്യങ്ങളെയാണ് ഏകബീജപത്ര സസ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. നാരുവേര് പടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര സിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ ഏകബീജപത്രത്തിന്റെ സവിശേഷതയാണ്. അതിൽ നാരുവേര്, ശിഖരങ്ങളില്ലാത്ത തണ്ടായിരിക്കും അതിലുണ്ടാവുക. സമാന്തര സിരാവിന്യാസമുള്ള ഇലകളായിരിക്കും ഉണ്ടാവുക. തായ്വേര് പടലം, ശിഖരങ്ങളോട് കൂടിയ തണ്ട്, ജാലിക സിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ ദ്വിബീജപത്ര സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ദ്വിബീജ പത്ര സസ്യങ്ങളിലാണ് എന്തുണ്ടാവുക? തായ്വേര് പടലം, ശിഖരങ്ങളോട് കൂടിയ തണ്ട്, ജാലിക സിരാവിന്യാസം എന്നിവ ഉണ്ടാവുക.
വേരും ഇലയും തമ്മിൽ ഇത്തരത്തിലുള്ള ബന്ധം കാണിക്കാത്ത ചില സസ്യങ്ങളും നമ്മുടെ ചുറ്റുപാടിൽ കാണാൻ സാധിക്കും. ഇതിന് ഉദാഹരണമാണ് ചേമ്പ്, ചേന എന്നിവ. നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നതാണ് കയ്യെത്തം ദൂരത്ത് ആകാശം എന്ന ചാപ്റ്റർ. അത് നമ്മുടെ ടേം 2-ലാണ് വരുന്നത്. ആകാശത്ത് കാണുന്ന ഈ നക്ഷത്രക്കൂട്ടങ്ങളിലെ ഓരോ നക്ഷത്രങ്ങളെയും പരസ്പരം ബന്ധിപ്പിച്ചാൽ ഒരു പെൺകുട്ടിയുടെ രൂപം സങ്കല്പിക്കാം. ഇതൊരു രാജകുമാരിയാണെന്നും അവരെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണെന്നുമുള്ള കഥ ഗ്രീക്കുകാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. ആൻഡ്രോമിഡ എന്നായിരുന്നു ആ രാജകുമാരിയുടെ പേര്. ഇതേ പേരിലാണ് ഈ നക്ഷത്രക്കൂട്ടം ഇന്നും അറിയപ്പെടുന്നത്. ആൻഡ്രോമിഡയുടെ കഥ. എത്യോപ്യയിലെ സെഫ്യൂസ് രാജാവിന്റെയും കാസിയോപ്പിയ രാജ്ഞിയുടെയും മകളായിരുന്നു ആൻഡ്രോമിഡ. അതിസുന്ദരിയായ ആൻഡ്രോമിഡ ദേവതകളെക്കാൾ സുന്ദരിയാണെന്ന് കാസിയോപ്പിയ അഹങ്കരിച്ചിരുന്നു. കാസിയോപ്പിയയുടെ അഹങ്കാരം തീർക്കാൻ പോസിഡോൺ ദേവൻ എത്യോപ്യയെ ആക്രമിക്കാനായി സീറ്റസ് എന്ന രാക്ഷസനെ അയച്ചു. രാജ്യത്തെ രക്ഷിക്കാനായി സെഫ്യൂസ് രാജാവ് മകളായ ആൻഡ്രോമിഡയെ ബലി നൽകാൻ തയ്യാറായി. ഇതിനായി കടൽ തീരത്തെ പാറയിൽ ആൻഡ്രോമിഡയെ കെട്ടിയിട്ടു. പിന്നീട് പെർസ്യൂസ് എന്ന വീരൻ സീറ്റസിനെ വധിക്കുകയും ആൻഡ്രോമിഡയെ രക്ഷിച്ച് വിവാഹം ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതാണ് ആൻഡ്രോമിഡയുടെ കഥ. അപ്പോൾ ആ നക്ഷത്രക്കൂട്ടങ്ങളെ എങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ആൻഡ്രോമിഡ എന്ന രാജകുമാരിയുടെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. എന്നാൽ ഈ കഥകൾക്കപ്പുറം യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിച്ച ആളുകളും ഉണ്ടായിരുന്നു. അവരാണ് ജ്യോതിശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത്. ഗലീലിയോയും കോപ്പർനിക്കസും ന്യൂട്ടണുമൊക്കെ ഇവരിൽ ചിലരാണ്. ഇന്ത്യയിൽ ആര്യഭടൻ, ഭാസ്കരാചാര്യർ തുടങ്ങിയ ജ്യോതിശാസ്ത്രജ്ഞന്മാരും ഉണ്ടായിരുന്നു. പണ്ട് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചിരുന്നവർ അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ചില രൂപങ്ങൾ സങ്കല്പിച്ചതും അതാത് പ്രദേശത്തെ ഐതിഹ്യങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയതും നക്ഷത്രങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നക്ഷത്രങ്ങളുടെ സ്ഥാനവും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം അവർ നിരീക്ഷിച്ചു മനസ്സിലാക്കി. വരൾച്ച, മഴ, നദികളിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന കാലം എന്നിങ്ങനെ നക്ഷത്രങ്ങളുടെ സ്ഥാനവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കിയിരുന്ന കർഷകർ ഈ വിവരങ്ങൾ കൃഷിക്കായി ഉപയോഗപ്പെടുത്തി. കൂടാതെ സഞ്ചാരികൾക്ക് ദിക്ക് മനസ്സിലാക്കാനും നക്ഷത്രങ്ങളുടെ സ്ഥാനം സഹായിച്ചു. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് എന്തെന്നറിയപ്പെടുന്നത് ബഹിരാകാശം എന്നറിയപ്പെടുന്നത്. ആൽഫ സെന്റോറി 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം. ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെ. സൂര്യൻ 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെ. ഭൂമി 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെ. ഇതൊക്കെ നമ്മൾക്ക് കുറച്ച് ആകാശഗോളങ്ങളെ കുറിച്ച് തന്നിട്ടുള്ളതാണ്. അടുത്തത് വേട്ടക്കാരൻ. ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളങ്ങളിൽ കാണുന്ന നക്ഷത്ര ഗണമാണ്. അപ്പൊ എപ്പോഴാണ്? ഡിസംബർ മാസത്തിലാണ് ഇത് കാണപ്പെടുന്നത്. സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളങ്ങളിൽ കാണപ്പെടുന്ന നക്ഷത്ര ഗണമാണ് എന്ത്? വേട്ടക്കാരൻ. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരന്റെ രൂപം സങ്കല്പിക്കാനാവും. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഒറിയോണിന്റെ പേരാണ് ഈ നക്ഷത്ര ഗണത്തിന് നൽകിയിരിക്കുന്നത്. സ്പദർശികൾ. ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസങ്ങളിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്ര ഗണമാണിത്. 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിനാലാണ് ഈ കൂട്ടത്തിന് ഇന്ത്യയിൽ സ്പദർശികൾ എന്ന പേര് വന്നത്. വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും ഇതിന് പേര് നൽകിയിട്ടുണ്ട്. അർസ മേജർ എന്ന നക്ഷത്രഗണത്തിന്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. ഇതുപോലെ ഒരുപാട് നക്ഷത്രഗണങ്ങൾ വീണ്ടുമുണ്ട്. ചന്ദ്രൻ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു. ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് ഉപഗ്രഹങ്ങൾ. ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രന്റെ പ്രകാശമായി നമ്മൾ കാണുന്നത്. ചന്ദ്രന്റെ പ്രകാശമായി കാണുന്നത് എന്താണ്? സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് നമുക്ക് എന്തായി കാണുന്നത്? ചന്ദ്രന്റെ പ്രകാശമായി കാണുന്നത്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. പല നക്ഷത്രങ്ങൾക്കും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളും അതുപോലെ ഉപഗ്രഹങ്ങളും ഉണ്ട്. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല. അവ പതിക്കുന്ന പ്രകാശം
ഘടിപ്പിക്കുന്നത് കൊണ്ടാണ് അവ പ്രകാശിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. ആകാശം നിരീക്ഷിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായും ഗ്രഹങ്ങൾ മിന്നാതെ പ്രകാശിക്കുന്നതായും തോന്നുന്നു. സൗരയുധം സൂര്യന് തൊട്ടേതാണ് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഭൂമിയും സൗരയുധങ്ങളിലെ മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. ആകാശഗോളങ്ങളുടെ ഈ സഞ്ചാര പാതയാണ് പരിക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമി സൂര്യനെ ചുറ്റുന്നത് എന്താണ്? പരിക്രമണമാണ്. ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ചിട്ടുള്ള ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ. ഇത്തരം കൃത്രിമോപഗ്രഹങ്ങളാണ് GPS പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹങ്ങൾ ഇൻസാറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇൻസാറ്റ് വാർത്താവിനിമയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എഡ്യൂസാറ്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇൻസാറ്റ് എന്തിനാണ്? വാർത്താവിനിമയം. എഡ്യൂസാറ്റ് വിദ്യാഭ്യാസം. IRNSS ഗതി നിർണയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. IRNSS എന്ന് പറയുന്നത്. കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം. ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം. GSAT 7 എമിസാറ്റ് എന്നിവ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള കൃത്രിമോപഗ്രഹങ്ങളാണ്. നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം IRNSS. നമ്മൾ നേരത്തെ പറഞ്ഞു ഗതി നിർണയത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു അല്ലെ. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഗതി നിർണയത്തിന് വേണ്ടിയിട്ടുള്ള കൃത്രിമോപഗ്രഹമാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ ഒരു പത്ര കട്ടിങ് തന്നിട്ടുണ്ട്. ബാംഗ്ലൂരു തദ്ദേശീയമായി വികസിപ്പിച്ച ഗതി നിർണയ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം മെയ് 29 നടക്കും. GSLV-F12 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത്. 18 മിനിറ്റ് കൊണ്ട് റോക്കറ്റ് ഉപഗ്രഹത്തെ അതിന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കും. നമ്മുടെ രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO എന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങൾക്കും എന്തുണ്ട്? ഇതുപോലെയുള്ള ബഹിരാകാശ സംഘടനകൾ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം 1963 നവംബർ 21 സ്ഥാപിതമായത്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എപ്പോഴാണ്? 1963 നവംബർ 21 സ്ഥാപിതമായത്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ അതെവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണുള്ളത്. അത് 1971 ഒക്ടോബറിലാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് വ്യക്തികളെ കുറിച്ച് കൂടി നോക്കാം. വിക്രം സാരാഭായ്. വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നും ചന്ദ്രയാന്റെ ലാൻഡറിന് വിക്രം എന്നും പേര് നൽകിയത്. അപ്പൊ ആരോടുള്ള ബഹുമാനാർത്ഥമാണ്? വിക്രം സാരാഭായിയോടുള്ളത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വിക്രം സാരാഭായി ആണ്. അതുപോലെ തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് അദ്ദേഹത്തിന്റെ പേരാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ്. അടുത്തത് സതീഷ് ധവാൻ. ഇസ്രോയുടെ ചെയർമാൻ ആയിരുന്നു സതീഷ് ധവാൻ. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. ഇദ്ദേഹത്തിന്റെ സ്മരണക്കായി ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് അത് 1971 സ്ഥാപിതമായെന്ന് പറഞ്ഞപ്പോൾ സതീഷ് ധവാന്റെ ബഹുമാനാർത്ഥമാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് ഇദ്ദേഹത്തിന്റെ പേര് നൽകിയത്. ചന്ദ്രയാത്രകൾ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമായ ചന്ദ്രനിൽ എത്താൻ മനുഷ്യന് എന്നും ആഗ്രഹമുണ്ടായിരുന്നു. 1969 ജൂലൈ 21 ഈ സ്വപ്നം സഫലമായത്. എപ്പോഴാണ്? 1969 ജൂലൈ 21. 1960 മുതൽ നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാനായത്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെ അപ്പോളോ 2 എന്ന ചന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ
ആൽഡ്രിൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായി ചന്ദ്രനിൽ എത്തിയത്. മൈക്കൽ കോളിൻസ് ആണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത്. ബഹിരാകാശ വാരം 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയനിൽ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമോപഗ്രഹം. ഇതിന്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നു. അപ്പോൾ ഒക്ടോബർ 4 to 10 ബഹിരാകാശ വാരം എന്ന് പറയുന്നത്. സ്പുട്നിക് 1 വിക്ഷേപണത്തിന്റെയും 1967 ഒക്ടോബർ 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കാണ് ഈ വാരാചരണം നടത്തുന്നത്. അപ്പോൾ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ്? 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ്. അപ്പോൾ അതുപോലെ ചന്ദ്രനിൽ പോയതെപ്പോഴാണ്? 1969 ജൂലൈ 21 ഇനി നമ്മുടെ ഇന്ത്യയുടെ ചന്ദ്രയാൻ 1, 2, 3 നോക്കാം. ചന്ദ്രയാൻ 1 നമ്മുടെ രാജ്യത്തിന്റെ ആദ്യ ചാന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത്. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ചന്ദ്രന്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ 1 ചെയ്തത്. ചന്ദ്രയാൻ 2 ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 2. 2019 ജൂലൈ 22 ഇത് വിക്ഷേപിച്ചത്. ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിന്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ലക്ഷ്യം. ഉപരിതലത്തെ കുറിച്ച് പഠനം നടത്താനാണ് ചന്ദ്രയാൻ 1 പോയത്. 2008 ഒക്ടോബർ 22. രണ്ടാമത്തത് 2019 ജൂലൈ 22 അത് ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിന്റെയും പ്രത്യേകതകൾ പഠിക്കുകയാണ് ചെയ്തത്. ഇനി ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. ഇത് 2023 ജൂലൈ 14 വിക്ഷേപിച്ചത്. ജൂലൈ 14. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി. അതിൽ നിന്ന് റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയുണ്ടായി. അപ്പോൾ 2008, 2019, 2023 ആദ്യത്തെ ഒക്ടോബർ 22, പിന്നെ ജൂലൈ 22, അവസാനത്തെ എപ്പോഴാണ്? മൂന്നാമത്തേത് ഓഗസ്റ്റ് 23. ഇനി മറ്റ് ഇന്ത്യൻ പദ്ധതികൾ നോക്കാം. മംഗൾയാൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ചൊവ്വ പര്യവേഷണവുമായി ബന്ധപ്പെട്ടതാണ്. ആദിത്യ L1 സൗര പര്യവേഷണവുമായി ബന്ധപ്പെട്ടതാണ്. ഗഗൻയാൻ ബഹിരാകാശ പര്യവേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൗത്യങ്ങളാണ് ഇവ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്കൊരു ചാപ്റ്ററാണ് നോക്കാനുള്ളത്. ഊർജ സ്രോതസ്സുകൾ എന്ന ചാപ്റ്ററുകൾ കൂടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല. വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാക്കുന്നു. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നത്. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി തുടങ്ങിയ ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നു. ബസ്, ലോറി, മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ പൊതുവെ ഡീസലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. എന്നാൽ കാറ്, ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട്. ഫാക്ടറികളിൽ കൽക്കരി, ഗ്യാസ്, നാഫ്ത തുടങ്ങിയവ ഉപയോഗിക്കുന്നു. വിമാനങ്ങളിൽ ജെറ്റ് ഫ്യൂവലാണ് ഇന്ധനങ്ങളായി ഉപയോഗിച്ചു വരുന്നത്. അതുപോലെ നമ്മൾ വീട്ടിലെ അടുപ്പിലൊക്കെ വിറകെല്ലാം ഉപയോഗിക്കാറില്ലേ? പെട്രോൾ, ഡീസൽ തുടങ്ങിയവ പെട്രോൾ പമ്പിൽ എത്തുന്നത് എവിടെ നിന്നാണ്? ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഇവ ഉണ്ടാക്കുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവ ഉണ്ടാകുന്നത്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിവയും പാചകത്തിന് ഉപയോഗിക്കുന്ന LPGയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ്. ഡീസൽ, വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് തീവണ്ടി, കപ്പൽ തുടങ്ങിയവ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും കൽക്കരിയാണ് ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ താപവൈദ്യുത നിലയങ്ങളാണ് കൽക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടത്തിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത്. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നു. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഊർജ രൂപമാണ് വൈദ്യുതി. വൈദ്യുതി ഇല്ലാത്ത ജീവിതം നമുക്കിന്ന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. കെട്ടിനിർത്തിയ ജലത്തിന്റെ ഊർജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്.
അതിനുവേണ്ടി ജലത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു. ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കാറ്റിൽ നിന്നും വൈദ്യുതി. കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഈ കഴിവ് ഉപയോഗപ്പെടുത്തി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ഇത്തരത്തിലുള്ള ഉപകരണമാണ് കാറ്റാടി യന്ത്രം അഥവാ വിൻഡ് മിൽ എന്ന് പറയുന്നത്. വിൻഡ് മില്ലിന്റെ പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈൻ കറങ്ങുന്നു. ഈ ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കേരളത്തിൽ രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. എവിടേക്കാണ്? രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിലാണ് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. മനുഷ്യർ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഊർജ രൂപമാണ് കാറ്റ്. സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയുമുള്ള യാത്രയ്ക്ക് കാറ്റിന്റെ ശക്തി ഉപയോഗിച്ചിരുന്നു. കൊടുങ്കാറ്റിന് വളരെയധികം ഊർജം ഉള്ളതിനാൽ ഇവ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിലൂടെ ഇത്തരം കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയാനാവും. മുന്നറിയിപ്പുകൾക്കനുസരിച്ച് മുൻകരുതലുകൾ എടുത്താൽ അപകടങ്ങളും നാശനഷ്ടങ്ങളും കുറയ്ക്കാൻ സാധിക്കും. ഇനി അതുപോലെ ഒന്നാണ് സൗരോർജം എന്ന് പറയുന്നത് അല്ലെ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ എന്നിവയെല്ലാം. സൗരോർജ പാനലിലുള്ള സൗരോർജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിക്കപ്പെടുന്നു. സൗരോർജ പാനലിലുള്ള സൗരോർജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയല്ല. ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നു. ഈ ഊർജ സ്രോതസ്സുകൾ വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല. കൊച്ചിൻ എയർപോർട്ട് പൂർണ്ണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാണ് കൊച്ചിയിലേത്. ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ പാനലുകൾ ഉപയോഗിച്ചിട്ടാണ്. ബയോഗ്യാസ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കാനാവും. ഇങ്ങനെയുള്ള വാതക ഇന്ധനമാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. ചൂടാറ പെട്ടി ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗം ഊർജനഷ്ടം തടയലാണ്. ഭക്ഷണത്തിന്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതി വെന്ത ഭക്ഷണം പൂർണ്ണമായും വെന്ത് കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണ് ചൂടാറ പെട്ടി. ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജം ലാഭിക്കുന്നത്. ഭാവിയുടെ ഇന്ധനങ്ങൾ ഹൈഡ്രജൻ, ജൈവ ഡീസൽ എന്നിവ പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ്. അതായത് ഭാവിയുടെ ഇന്ധനമായി നമ്മൾ കരുതപ്പെടുന്നത് എന്താണ്? ഹൈഡ്രജൻ ആണ് അല്ലേ. അത് എങ്ങനെ അതിന്റെ പരിമിതികളെല്ലാം മറികടന്നുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനാവും എന്ന കണ്ടെത്തലാണ് എന്ത്? ശാസ്ത്രലോകം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ 3 ചാപ്റ്റേഴ്സിൽ ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ അത്യാവശ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സുകൾ തീർക്കുക എന്നതിനാലാണ് 3 ചാപ്റ്റർ എടുത്തിട്ട് വന്നിട്ടുള്ളത്. വെളിയിൽ നിന്ന് ഒരുപാടൊന്നും ആഡ് ചെയ്യാതിരിക്കുന്നത് അതുകൊണ്ടാണ്. അതിൻ്റെ ക്ലാസ്സുകൾ വേറെ നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.